വൻ വ്യവസായമാണല്ലോ ഈ ജാറ വ്യവസായം. മുതൽ മുടക്കില്ലല്ലോ. ഒരു 4 വരി കല്ല് കിട്ടിയാൽ, ഒരു ചട്ടി സിമന്റും മണലും കിട്ടിയാൽ, അതേ അതിന്മേൽ മൂടാൻ ഒരു തുണിയും കിട്ടിയാൽ, ഒരൽപ്പമൊന്ന് പെയിന്റും അടിച്ചു കഴിഞ്ഞാൽ, ഒരു നിലവിളക്കും കൊളുത്തിക്കഴിഞ്ഞാൽ, ഒരു ചന്ദനത്തിരിയും സാമ്പ്രാണിയും പുകച്ചു കഴിഞ്ഞാൽ, ഒരൽപ്പമൊന്ന് അത്തറും പുരട്ടി ഒരു പ്രത്യേകമായ അന്തരീക്ഷമങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം അവിടെ സംഖ്യ പിരിഞ്ഞു കിട്ടാൻ പ്രയാസമില്ലല്ലോ. വൻ വ്യവസായം തന്നെ. ആ വ്യവസായത്തിന് വേണ്ടിയതാ കടിപിടി കൂടും ആളുകൾ. ഒരാൾ മരണപ്പെട്ടാൽ എനിക്ക് കിട്ടണം എന്ന് പറയും. ഒരുപക്ഷേ പിടിവലി കൊണ്ട് ഒരാൾക്ക് കൈ കിട്ടിയേക്കും, ഒരാൾക്ക് കാല് കിട്ടിയേക്കും. ഇനി എന്ത് കിട്ടിയാലും വേണ്ടില്ല, ഒരേ മയ്യത്ത് തന്നെ 5-6 കഷ്ണങ്ങളാക്കപ്പെട്ടാൽ, കാലൊരുത്തഞ്ഞ് കിട്ടിയാൽ അവിടെ കാലൗലിയുണ്ട്, കാലിന്റെ മുട്ട് കിട്ടിയാൽ അവിടെ മുട്ടുങ്ങലൗലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയും. വേറൊരുത്തന്നെ മറ്റൊരു കഷ്ണം കിട്ടിയാൽ ഓരോരുത്തരും ഓരോ കഷ്ണങ്ങളുമായി പോയിട്ട് അവിടെയൊക്കെ ജാറമുണ്ടാക്കുന്നു, പൂജ നടത്തുന്നു. തനിച്ച കുഫ്ർ തന്നെ, ഇസ്ലാമല്ല. ഇത്തരത്തിലാളുകൾക്കതാ